F-16 ഞങ്ങൾ നശിപ്പിച്ചു എന്ന് റഷ്യ പറയുന്നതും F-16 ഉപയോഗിച്ച് റഷ്യൻ വിമാനങ്ങളെ ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് ഉക്രൈൻ പറയുന്നതും ഇങ്ങനെ F-16 കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായി വലിയ ചർച്ചയായിരുന്നു. ഇതിനിടയിലും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയം സത്യത്തിൽ റഷ്യയുടെ ആക്രമണത്തിൽ F-16 തകർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ഇതിനുള്ള ഉത്തരം ഇപ്പോൾ അമേരിക്കയുടെ പക്കൽ നിന്ന് വന്നു. ആദ്യത്തെ F-16 ഉക്രൈൻ നൽകപ്പെട്ട ആദ്യത്തെ F-16 ഉക്രൈൻ വെച്ച് തന്നെ നശിപ്പിക്കപ്പെട്ടു. ഒരു ക്രാഷ് വഴി സംഭവിച്ചതാണ്. പൈലറ്റ് എറർ എന്നും പറയുന്നു, ടെക്നിക്കൽ മാൽഫങ്ഷൻ എന്നും പറയുന്നു, മറ്റു ചിലർ റഷ്യയുടെ മിസൈൽ സ്ട്രൈക്കിലൂടെ അത് നശിക്കപ്പെട്ടു എന്നും പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു മുഴുവൻ റിപ്പോർട്ട്, ഒരു വസ്തുത ഉക്രൈനിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ ആദ്യത്തെ F-16 നശിപ്പിക്കപ്പെട്ടുവെന്ന് അമേരിക്ക പറഞ്ഞു. ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി, ഈ സത്യം എങ്ങനെ പുറത്തു വന്നു? ഉക്രൈൻ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ സത്യം പുറം ലോകം അറിഞ്ഞത്? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ലോഡ്സ് മേഖലയിലെ മേയർ ഇവാൻ ബ്രിഷ്കോ അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ആ പോസ്റ്റിൽ നിന്നായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് 26-ാം തീയതി ഉക്രൈനിൽ ഒരു വലിയ മിസൈൽ ആക്രമണം റഷ്യ നടത്തി. ആ സമയത്ത് ഉക്രൈന്റെ F-16 ഉക്രൈൻ മണ്ണിൽ വെച്ച് തന്നെ ആദ്യമായി നശിപ്പിക്കപ്പെട്ടു. ഉക്രൈന് ഇത് വലിയൊരു നഷ്ടമായി മാറി. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉക്രൈൻ എങ്ങനെ അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ ഉപയോഗിക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ആ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആവുകയും ചെയ്തു. അതിന്റെ സ്ക്രീൻഷോട്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ ആ ട്വീറ്റ് അധികം പേരൊന്നും കണ്ടില്ല. അതിനാൽ അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ അതൊരു കിംവദന്തി ആയിരിക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം പതിയെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ രാത്രി 7:50 വാൾ സ്ട്രീറ്റ് ജേർണൽ ഒരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തു. ആദ്യത്തെ F-16 ഉക്രൈനുള്ളിൽ ക്രാഷായി. F-16 റഷ്യ കാരണം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ F-16 റഷ്യയുടെ മിസൈൽ ആക്രമണം നടന്ന സമയത്ത് ഉക്രൈനുള്ളിൽ വെച്ച് ഫൈറ്റർ പൈലറ്റിന്റെ എറർ കാരണം, ആ F-16 ഓപ്പറേറ്റ് ചെയ്ത ആ ഫൈറ്റർ ജെറ്റ് പൈലറ്റിന്റെ എറർ കാരണം ക്രാഷ് ആയി എന്ന് ഒരു ആർട്ടിക്കിൾ റിലീസ് ചെയ്യുന്നു. ഈ ആർട്ടിക്കിൾ ഒരു 7:50 റിലീസായി. പിന്നീട് ഒരു 8-8:30 ഇതൊരു വലിയ വാർത്തയായി മാറി. എല്ലാ മീഡിയയിലും ഇതായിരുന്നു ഹെഡ്ലൈൻ. അങ്ങനെ ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് തിരയുമ്പോഴാണ് കഴിഞ്ഞ 3-4 ദിവസമായി ഉക്രൈൻ എത്ര വലിയ കാര്യം മറച്ചു വെച്ചു എന്നുള്ളത് മനസ്സിലായത്. സത്യത്തിൽ എങ്ങനെ ഈ ഒരു സംഭവം നടന്നു എന്നുള്ള ഒരുപാട് സത്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയത്. ആദ്യം ഈ ലേഖനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ ഓരോന്നായി അറിയാം. ഇന്നലെ രാത്രിയായിരുന്നു ഇത് പുറത്തു വന്നത്. ആദ്യം വാൾ സ്ട്രീറ്റ് ജേർണൽ അവർ പറഞ്ഞിരിക്കുന്നത് മൂൺഫിഷ്, ഇത് ആ പൈലറ്റിന്റെ കോഡ് നെയിമാണ്. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം വാലക്സിമിസ്. ഇദ്ദേഹം റഷ്യക്കെതിരെ ഉക്രൈന്റെ വ്യോമസേനയിൽ ഉണ്ടായിരുന്ന വളരെ കഴിവുള്ള ഒരു ഫൈറ്റർ ജെറ്റ് പൈലറ്റ് ആയിരുന്നു. ഉക്രൈന്റെ F-16 പരിശീലനത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, പ്രധാനമായും അമേരിക്കയിലേക്ക് അയച്ച വളരെ കഴിവുള്ള ഒരു കമാൻഡറാണെന്നും ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രാഷ് എങ്ങനെ സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ 26-ാം തീയതി ഒരു മിസൈൽ റാമ്പേജ് തന്നെ ഉക്രൈൻ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന സമയം അതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഉക്രൈൻ വ്യോമസേനയിലുള്ള F-16 വിമാനങ്ങളെല്ലാം സ്ക്രാംബ്ലിംഗ് ചെയ്യുന്നു. ഇങ്ങനെ സ്ക്രാംബിൾ ചെയ്തതിനു ശേഷം വീണ്ടും ബേസിലേക്ക് തിരിക്കുമ്പോൾ ഈ F-16 പൈലറ്റിന്റെ എറർ കാരണം, അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ക്രാഷ് ആകുന്നു. അതിന് മുഴുവൻ കാരണവും പൈലറ്റിന്റെ എററാണ്. ഇപ്പോൾ ഇത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അധികമായപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു മുഴുവൻ റിപ്പോർട്ട് അമേരിക്കയുടെ പെന്റഗൺ ചോദിച്ചിട്ടുണ്ട്. കാരണം എണ്ണത്തിൽ വളരെ കുറവായ വിമാനങ്ങളാണ് F-16. അതാണ് ഉക്രൈൻ നൽകിയത്. ഇത് അമേരിക്കയുടെ ഉൽപാദനമാണ്. ഇതിന്റെ മുഴുവൻ കൺട്രോളും അമേരിക്കയുടേതാണ്. അതിനാൽ അമേരിക്കയുടെ പെന്റഗൺ ഒഫീഷ്യലായി ഒരു ക്ലാരിഫിക്കേഷൻ ഉക്രൈനോട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അമേരിക്കൻ ഒഫീഷ്യൽസും ഉക്രൈൻ ഒഫീഷ്യൽസും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, F-16 നശിപ്പിക്കപ്പെട്ടു എന്ന കാര്യം കഴിഞ്ഞ 3 ദിവസമായി ലോകത്തെ അറിയിക്കാതെ ഉക്രൈൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. F-16 ഉക്രൈനിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടു. ഈ സമയം ഇതിന് മുൻപ് നടന്ന ഓരോ കാര്യങ്ങളായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ആദ്യത്തെ ദിവസം റഷ്യ പറഞ്ഞത് ഇവാനോ മിലിറ്ററി ബേസിൽ റഷ്യയുടെ മിസൈൽ സ്ട്രൈക്ക് നടത്തി. അതിൽ ഹാങ്ങേഴ്സിൽ നിർത്തിവെച്ചിരുന്ന F-16 വിമാനങ്ങൾ 2 വിമാനങ്ങളെ ഡാമേജ് ചെയ്തു എന്ന് റഷ്യ അവരുടെ സ്റ്റേറ്റ് റൺ മീഡിയ ഒഫീഷ്യലായി ഒരു അറിയിപ്പ് കൊടുത്തു. ഇതിന്റെ അടുത്ത ദിവസം ഉക്രൈന്റെ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ പറഞ്ഞത് റഷ്യ F-16 വിമാനങ്ങളെ ആക്രമിച്ചിട്ടില്ല, ഞങ്ങളുടെ F-16 വിമാനങ്ങളെ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനെതിരെ ഞങ്ങൾ ഉപയോഗിച്ചു. F-16 അതിന്റെ ആദ്യത്തെ കില്ലും നടത്തി.
റഷ്യയുടെ മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്ത് ഉക്രൈൻ വ്യോമസേനയിൽ അതിന്റെ വരവ് ഉറപ്പുവരുത്തിയെന്ന് ഒരു കാര്യം അറിയിച്ചു. ഇപ്പൊ ഈ ആർട്ടിക്കിൾ റിലീസായി കഴിഞ്ഞല്ലോ. ഇനി ഈ പറഞ്ഞ 3 കാര്യങ്ങളെയും നമുക്കൊന്ന് ബന്ധിപ്പിച്ച് നോക്കാം. റഷ്യയുടെ മിസൈൽ സ്ട്രൈക്കിനെ തടസ്സപ്പെടുത്താനായി ഉക്രൈൻ അവരുടെ F-16 ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലൂടെ F-16 തകർക്കപ്പെടാൻ 3 പോസിബിലിറ്റീസ് മാത്രമാണുള്ളത്. ഒന്നുകിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ ഈ വിമാനം ആ ഹാങ്ങറിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിമാനം ടേക്ക് ഓഫ് ആയതിനു ശേഷം റഷ്യയുടെ മിസൈൽ കാരണം ഡെസ്ട്രോയ് ആയിട്ടുണ്ടാകും. അതുമല്ല, മൂന്നാമതായുള്ള കാരണം ആ ഫൈറ്റർ ജെറ്റ് ഈ ആക്രമണങ്ങളെല്ലാം അവസാനിച്ച് അതിന്റെ ബേസിലേക്ക് തിരിക്കുന്ന സമയം വിമാനത്തിലുണ്ടായ എന്തോ ഒരു പ്രശ്നം കാരണം അത് ക്രാഷ് ആയിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ അവസാനമുള്ള ഒരു കാരണം, അഡീഷണൽ ആയിട്ടുള്ള ഒരു കാരണം പറയുന്നുണ്ട്. ആ ഫൈറ്റർ ജെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റിന്റെ എറർ കാരണം, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ചില പ്രശ്നങ്ങൾ കാരണം ലാൻഡിംഗ് സമയത്ത് ഈ വിമാനം നശിപ്പിക്കപ്പെട്ടുവെന്ന് ഈ ഒരു കാരണവും പറയുന്നുണ്ട്. മൊത്തം ഈ 4 വിധത്തിലായിരിക്കും. മൊത്തത്തിൽ ഈ ഒരു 4 വിധത്തിൽ F-16 നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പറയുന്നു. ഇങ്ങനെ F-16 തകർച്ചയ്ക്ക് ഈ ഒരു 4 കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതിലെ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാം. കാരണം റഷ്യയുടെ വ്യോമസേന അകത്തേക്ക് കയറിയിട്ടില്ല. എയർ ടു എയർ കില്ലിൽ വ്യോമസേന ഉപയോഗിച്ച് അല്ലെങ്കിൽ എയർ ഡിഫൻസ് ഉപയോഗിച്ചായിരിക്കും ഈ ഒരു ഫൈറ്റർ ജെറ്റിനെ ആക്രമിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അകത്തേക്ക് കയറാനുള്ള സാധ്യത ഇവിടെ ഇല്ല. ഇനി മറ്റ് 3 കാരണങ്ങൾ എടുത്താലും ഉക്രൈൻ അതിൽ ആരെയായിരിക്കും കുറ്റപ്പെടുത്താൻ പോകുന്നത്? റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ ഈ വിമാനം നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാലും പുറത്ത് ഉക്രൈൻ അത് പ്രശ്നമാണ്. അതല്ല, ഞങ്ങളുടെ പൈലറ്റിനാണ് പ്രശ്നം, പൈലറ്റ് എറർ കാരണമാണ് ഞങ്ങൾക്ക് ഈ വിമാനത്തെ നഷ്ടമായത് എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാലും അത് പ്രശ്നം തന്നെയാണ്. ഇനി അതുമല്ല, ഈ വിമാനത്തിൽ ചില പ്രശ്നമുണ്ടായി, പഴയ വിമാനങ്ങളെ അവർ നൽകി, ടെക്നിക്കൽ മാൽഫങ്ഷൻ കാരണം ഞങ്ങൾക്ക് ഈ വിമാനത്തെ നഷ്ടപ്പെട്ടു എന്ന് പറയുമോ? ഇങ്ങനെ പറഞ്ഞാലും അത് ഉക്രൈൻ തന്നെയാണ് പ്രശ്നം. ചെണ്ടയ്ക്ക് 2 ഭാഗത്തും അടി കിട്ടുന്നത് പോലെ ഈ 3-ൽ ഏത് കാരണം പറഞ്ഞാലും അത് ഉക്രൈൻ തന്നെ ആയിരിക്കും പ്രശ്നം. കാരണം ഒരു വലിയ പോരാട്ടത്തിന് ശേഷമാണ് F-16 ഉക്രൈനിലേക്ക് വന്നത്. 2 വർഷം റിക്വസ്റ്റ് ചെയ്യുകയും പിന്നീട് ഒരു 11 മാസത്തിൽ കൂടുതൽ ഹൈ ലെവൽ ട്രെയിനിങ് കൊടുക്കുന്നു. നാറ്റോ ലെവലിൽ ട്രെയിനിങ് കൊടുത്ത് പൈലറ്റ്സിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഈ വിമാനമോ പൈലറ്റോ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തുന്നതിന് മുൻപ് ആ വിമാനവും നഷ്ടപ്പെട്ടു, ആ പൈലറ്റും നഷ്ടപ്പെട്ടു. അതിനാൽ ഇത് ഉക്രൈൻ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം ഇടയിൽപ്പെട്ട ഒരവസ്ഥയിലാണ് ഉക്രൈൻ ഉള്ളത്. നിങ്ങൾ ഏത് മീഡിയ വേണമെങ്കിലും എടുത്തു നോക്കാം. ഉക്രൈന്റെ കീവ് ഇൻഡിപെൻഡന്റ്, RBC ഉക്രൈൻ, എല്ലാവരും ഇതിപ്പോ സംസാരിക്കാൻ തുടങ്ങി. F-16 ഉക്രൈനിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടുവെന്ന്. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒരു ഭൂകമ്പമായി തന്നെ മാറിയിരിക്കുകയാണ്. കാരണം F-16 ലോകമെമ്പാടും കഴിവ് തെളിയിച്ച ഒരു ഫൈറ്റർ ജെറ്റാണ്. പല യുദ്ധ ദൗത്യങ്ങളിൽ അത് അതിന്റെ എബിലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്തിന്, മൂൺഫിഷ് എന്ന കോഡ് നെയിമുള്ള ആ പൈലറ്റ് പോലും 1 വർഷം മുൻപ് CNN നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. F-16 സോവിയറ്റ് റഷ്യ ഫൈറ്റേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോഗ് ഫൈറ്റിൽ അതിന്റെ എബിലിറ്റി കുറവാണെങ്കിലും ഈ വിമാനങ്ങളുടെ സവിശേഷത തന്നെ ഇതിന്റെ അഡ്വാൻസ്ഡ് ഏവിയോണിക്സ്, കൂടാതെ അതിന്റെ എഞ്ചിൻ പവറാണ്. അത് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആദ്യഘട്ട ട്രെയിനിങ് നൽകുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. വെസ്റ്റേൺ മെയ്ഡ് ഫൈറ്റർ ജെറ്റ്സ് ഉക്രൈനിലേക്ക് വരികയാണെങ്കിൽ, ഉക്രൈൻ വ്യോമസേനയെ വെസ്റ്റേൺ മെയ്ഡ് എക്യുപ്മെന്റ്സ് കൊണ്ട് നവീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഉക്രൈനെ ആർക്കും തൊടാനാകില്ല. അടുത്ത് ഉക്രൈന്റെ ആക്രമണത്തിന് തീർച്ചയായും റഷ്യ ഇരയാകുമെന്നും പറഞ്ഞു. അത്രയേറെ F-16 പുകഴ്ത്തി സംസാരിച്ചു. ഇത്രത്തോളം വലിയ രീതിയിൽ സംസാരിച്ച് കൊടുത്ത ആ ഒരു വിമാനങ്ങളെ വളരെ ചീപ്പായ രീതിയിൽ ഉക്രൈൻ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയതാണ് വളരെ മോശമായ കാര്യമായി മാറിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം നോക്കുക. ജൂൺ 22, 2022 അമേരിക്കയുടെ ഫാർമർ റെപ്രസെന്റേറ്റീവ് ആഡം ഗിൻസിംഗ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിലിട്ട ഒരു പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ഇടതും വലതുമുള്ള 2 വ്യക്തികൾ ജൂസ്, മൂൺഫിഷ്, ഈ 2 വ്യക്തികളും ഇന്നില്ല. ജൂസിനെ കുറിച്ച് നമ്മൾ ഇതിനകം തന്നെ അറിഞ്ഞതാണ്. ഉക്രൈൻ വ്യോമസേനയിലെ വളരെ പ്രധാനപ്പെട്ട ഫൈറ്റർ പൈലറ്റ്സ്, വെൽ ട്രെയിൻഡ് പൈലറ്റ്സ് എന്ന് പറയാം. 1 വർഷത്തിന് മുൻപായിരുന്നു ഉക്രൈന് ജൂസിനെ നഷ്ടമായത്. ആ 1 വർഷം കഴിഞ്ഞ് ഈ ഒരു സംഭവത്തിലൂടെ അടുത്ത പൈലറ്റിനെയും നഷ്ടപ്പെടുത്തി. എത്ര തന്നെ റഷ്യ നടത്തിയ ഒരു ആക്രമണത്തിൽ റഷ്യയിൽ വെച്ച് ഇവർ കൊല്ലപ്പെട്ടില്ല എങ്കിലും ഈ 2 ഫൈറ്റർ ജെറ്റ് പൈലറ്റ്സിനെയും ഉക്രൈൻ അവരുടെ ഫൈറ്റർ ജെറ്റ് എറർ കാരണമാണ് നഷ്ടപ്പെടുത്തിയത്. ആദ്യത്തെ വ്യക്തി ജൂസ് മരിച്ചതും 2 ട്രെയിനിങ് ജെറ്റ്സ് കൂട്ടിമുട്ടുകയും ആ ഒരു അപകടത്തിലായിരുന്നു അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ ഉക്രൈൻ പറഞ്ഞിരിക്കുന്ന വാദമനുസരിച്ച് നോക്കിയാൽ ഫൈറ്റർ ജെറ്റിന്റെ എറർ കാരണം ഈ മൂൺഫിഷ് എന്ന വ്യക്തിയും മരിച്ചു. അപ്പോൾ ഇതെല്ലാം ഉക്രൈൻ വ്യോമസേനയ്ക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ സംഭവമെല്ലാം നടന്ന് അവസാനിച്ചു, അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി ഉക്രൈൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുക, അത് മാത്രമാണ് അവശേഷിക്കുന്നത്. പെന്റഗൺ ഒഫീഷ്യലായി ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന രീതിയിൽ പ്രശ്നം അത്രത്തോളം വളർന്നിട്ടുണ്ട്. ഇപ്പൊ പെന്റഗണിലെ സോഴ്സസ് പറഞ്ഞിരിക്കുന്നത് ഉക്രൈന്റെ പക്കൽ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു, ഇതിന് പുറകിലുള്ള കാരണം പുറം ലോകത്തിന് ഇതൊക്കെ തീർച്ചയായും അറിയിക്കണം. പൈലറ്റ് എറർ ആണോ കാരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരുപക്ഷെ ഇത് റഷ്യയുടെ ആക്രമണത്തിലാണോ നശിച്ചത്, ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും റിവീൽ ചെയ്യുക തന്നെ വേണം. ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെടുത്തിയത് ഉക്രൈൻ ഒരു വലിയ കാര്യമേ അല്ല.
കാരണം എത്ര തന്നെ F-16 വളരെ കുറവെണ്ണം മാത്രമേ ഉള്ളൂവെങ്കിലും വരാൻ പോകുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്തു വരാൻ പോകുന്ന 1-2 വർഷങ്ങളിലും ഈ ഒരു യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു 100 വിമാനങ്ങൾ വരെയും F-16 ഇവർക്ക് വരും. പക്ഷെ ട്രെയിൻഡ് പൈലറ്റ്സിന്റെ കാര്യത്തിലാണ് ഒരു ചോദ്യം വരുന്നത്. എത്ര പേരെ അമേരിക്ക ട്രെയിനിങ് കൊടുത്ത് ഉക്രൈന് നൽകും? അല്ലെങ്കിൽ എത്ര പേര് ഇവരെ കൊണ്ട് വെൽ ട്രെയിൻഡ് പൈലറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കും? സെക്കൻഡ് ബാച്ച് വിമാനങ്ങൾ വന്നാലും കൂടിപ്പോയാൽ ഒരു 20-30 പേര് വരെ മാത്രമേ ഉക്രൈന് അമേരിക്കയെ കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് അയക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള പൈലറ്റ്സിനെ നിങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടുത്തുന്നു. അവർ ഏതെങ്കിലും ഒരു മിഷൻ അവസാനിപ്പിച്ചിട്ട് മരിച്ചാൽ പോലും പ്രശ്നമില്ല. ഇങ്ങനെ ഒരു ചെറിയ കാരണത്താൽ അവരുടെ മിഷന്റെ മോട്ടീവ് പോലും അവസാനിക്കാതെ അവർ മരിക്കുമ്പോൾ അടുത്തു വരാൻ പോകുന്ന സെറ്റ് ഓഫ് പൈലറ്റ്സിന് അത് മാനസികമായ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിന് കാരണം പൈലറ്റ് എററാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് കാലാകാലമായി ഉക്രൈൻ റഷ്യയിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം ഇതുവരെയും അവരുടെ വെസ്റ്റേൺ മെയ്ഡ് എക്യുപ്മെന്റ്സ് ഒന്നും കൂടുതലില്ലായിരുന്നു. അവർ ട്രെയിനിങ് എടുത്തത് അല്ലെങ്കിൽ ഇത്രയും ദിവസം അവർ ഓപ്പറേറ്റ് ചെയ്തതെല്ലാം സോവിയറ്റ് എറ ഫൈറ്റർ ജെറ്റ്സ് ആയിരുന്നു. പെട്ടെന്ന് ഇവരെ കൊണ്ടുപോയി ഒരു വെസ്റ്റേൺ മെയ്ഡ് ഫൈറ്റർ ജെറ്റ് ഓടിക്കാനുള്ള മുഴുവൻ ട്രെയിനിങ്ങും കൊടുത്ത് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ മിനിമം 3 വർഷമെങ്കിലും ആകും. 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു രീതിയിലെങ്കിലും ഈ ഒരു ഫൈറ്റർ ജെറ്റിനെ കൺട്രോൾ ചെയ്യാനും ചില ചെറിയ മിഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചെറിയ ടാസ്ക് നൽകുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാതെ വെറും 1 വർഷത്തിൽ ഒരു കംപ്ലീറ്റ് ഫൈറ്റർ ജെറ്റിനെ, ഒരു പുതിയ ഫൈറ്റർ ജെറ്റിനെ അവരുടെ പക്കൽ കൊടുക്കുകയും അതിലൂടെ ചെയ്യാനുള്ള ചില മിഷൻസും അവർക്ക് നൽകിയാൽ ഇംപ്രോപ്പർ ട്രെയിനിങ് കാരണവും പുതുതായി ഹാൻഡിൽ ചെയ്യുന്ന ഹാൻഡ്ലിംഗ് പ്രഷർ കാരണവും ഇങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടാകുന്നത് സാധാരണയാണ് എന്ന് വിമർശിക്കാൻ തുടങ്ങി. അതായത് വളരെ കുറഞ്ഞ സമയത്തിൽ അമേരിക്ക ഈ ഫൈറ്റർ ജെറ്റ്സ് പൈലറ്റിന് ട്രെയിനിങ് നൽകി പുറത്തേക്ക് അയച്ചതിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഉക്രൈൻ അവരുടെ ഫസ്റ്റ് ഫൈറ്റർ ജെറ്റ് F-16 നഷ്ടപ്പെടുത്തി. ഇതിന്റെ നഷ്ടം എന്നതിനപ്പുറം ഈ വെൽ ട്രെയിൻഡ് പൈലറ്റ്സിനെ നഷ്ടപ്പെട്ടതാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു നഷ്ടം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനേക്കാൾ ഒരു പൈലറ്റിനെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഒരു വ്യോമസേനയിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതും വെൽ ട്രെയിൻഡ് ഫൈറ്റർ ജെറ്റ്സ് പൈലറ്റ്സിനെ. ഇപ്പോൾ ഉക്രൈൻ്റെ എയർഫോഴ്സ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്താണെന്ന് നോക്കിയാൽ ഒരുപാട് റിപ്പോർട്ടേഴ്സും ഒരുപാട് സോഴ്സസ് ഉക്രൈൻ എയർഫോഴ്സിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും നടക്കാത്തതുപോലെ പുറത്ത് മറ്റേതെങ്കിലും പ്രശ്നമുണ്ടാക്കി ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ F-16 കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് റഷ്യയിൽ നിന്ന് വരാൻ നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഈ എല്ലാ മീഡിയാസും സംസാരിക്കുന്നത് വെച്ച് ഒരു കാര്യം വ്യക്തമാണ്. തീർച്ചയായും F-16 ഉക്രൈനുള്ളിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നശിച്ചു എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ചോദ്യം. ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക. മിസൈൽ സ്ട്രൈക്ക് നടക്കുമ്പോൾ ഒരുപക്ഷെ റഷ്യയുടെ ആക്രമണത്തെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി ടേക്ക് ഓഫ് ആകാൻ റെഡിയായി നിന്ന വിമാനങ്ങളിൽ അവർ ഒരു ആക്രമണം നടത്തിയതിലൂടെ അത് നശിച്ചു കാണുമോ? അല്ലെങ്കിൽ പൈലറ്റിന്റെ എറർ, വിമാനത്തിന്റെ ടെക്നിക്കൽ മാൽഫങ്ഷൻ, ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.